സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നൊയമ്പ് കാലഘട്ടത്തിൽ വിഭൂതി തിങ്കൾ മുതൽ ഈസ്റ്റർ ഞായർ വരെ, ഇന്ന് ഉദ്ധാനത്തിൻ്റെ തിരുനാൾ വരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എങ്ങനെ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് വരാം എന്ന ഒരു വലിയ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഉദ്ധിതൻ്റെ പാതയിൽ എന്ന വചന ശുശ്രൂഷ ഇന്ന് അവസാന ഭാഗത്തെത്തി നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 50 ദിനങ്ങൾ ദൈവം നമ്മളെ നയിച്ചതിനെ ഓർത്ത്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നമ്മളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 50 ദിനങ്ങൾ നമ്മൾ മാർപ്പാവ് പറയുന്നത് പോലെ പ്രത്യാശയുടെ ഒരു തീർത്ഥാടനമായിരുന്നു. ഉദ്ധിതനെ തേടി ഉദ്ധിതൻ്റെ പാതയിൽ. അതിനാൽ തീർച്ചയായിട്ടും ഈ 50 ദിവസത്തെ ഓർത്ത്, പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ രീതിയിൽ നയിച്ചതിനെ ഓർത്ത്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുവാൻ ഈ ശുശ്രൂഷ ഷാലോം ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ എത്തിച്ച ഷാലോം മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഉദ്ധാനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഉദ്ധിതൻ്റെ പാതയിൽ, അതായിരുന്നു നമ്മൾ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് നമ്മളുടെ ആത്മീയ യാത്ര ഉദ്ധിതനെത്തി നിൽക്കുമ്പോൾ ഉദ്ധിതനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈ ധ്യാനം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും, ദൈവത്തോട് ഈശോയോട് ചേർന്ന് ഉള്ളൊരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുവാനും കൃപ നൽകണമേ. അതാണ് പ്രാർത്ഥന. ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ കടന്നു വരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊരുക്കിയ ഈ ധ്യാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും, ഈ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് എടുത്തുപയോഗിച്ച എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ശുശ്രൂഷയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈശോയെ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകം ഈ ഉദ്ധാനത്തിൻ്റെ സന്തോഷം, അനുഗ്രഹം ഞങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ധ്യാനത്തിൻ്റെ ഒരുപക്ഷെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലുണ്ട്. 50 ദിവസങ്ങൾ ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനിപ്പിക്കുക. അപ്പോൾ അത് മാത്രവുമല്ല, നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം മുൻപിലില്ല. പക്ഷേ എങ്കിലും ഒരുപാട് പേരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവചനത്തോട് 100% വിശ്വസ്തത പുലർത്തുന്ന ഒരു മാധ്യമ ശുശ്രൂഷയിൽ ദൈവം ചൊരിയുന്ന അഭിഷേകം, അതെല്ലാമാണ് പ്രിയപ്പെട്ടവരെ ഈ 50 ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത്. അതിനാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ധ്യാനത്തെ ഓർത്ത് നന്ദി പറയാം. അപ്പോൾ ഉദ്ധാനത്തിൻ്റെ പാതയിൽ ഈ ധ്യാന ശുശ്രൂഷയിൽ നമ്മൾ ഇന്ന് ഉയർപ്പിൻ്റെ ദിവസത്തിലാണ്. ഉയർപ്പിൻ്റെ, ഉദ്ധാനത്തിൻ്റെ, ഈസ്റ്ററിൻ്റെ ഈ സന്തോഷം നമ്മൾ പങ്കുചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനം ഇതാണ്: യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സന്തോഷത്തിൻ്റെ മക്കളാണ്. ഈ സന്തോഷമാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിച്ചത്. ദൈവം കൂടെയുണ്ട്. ഇതാണ് ഉദ്ധാനം നമ്മളോട്, നമ്മുടെ അനുദിന ജീവിതത്തോട് പറയുന്നൊരു കാര്യം. നമുക്കറിയാം, പ്രത്യാശ, അത് പ്രത്യാശയുടെ വർഷമാണിത്. പ്രത്യാശയുടെ തീർത്ഥാടകർ അല്ലെങ്കിൽ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് സഭ, മാർപ്പാപ്പ നമ്മളെ വിളിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. ആ പ്രത്യാശയാണ് ഉയർപ്പ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമുക്കറിയാം, ഈശോ അടക്കം ചെയ്യപ്പെട്ടത് അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിലാണ്.
അതൊരു പുതിയ കല്ലറയായിരുന്നു, ആരെയും അടക്കാത്തൊരു കല്ലറ. അപ്പോൾ ഈ അരിമത്തെക്കാരൻ ജോസഫ് ഈ യേശുവിനെ അടക്കിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അരിമത്തെക്കാരൻ ജോസഫിൻ്റെ ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, നീ ഒരു പുതിയ കല്ലറ പണിതു, നീ ഒരു സ്ഥലം വാങ്ങി ഒരു പുതിയ കല്ലറ പണിതു, നല്ല തോട്ടം, പുതിയ കല്ലറ, ഇതെല്ലാം നീ പണിതു എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ഈ ആ കുരിശിൽ തറച്ചു കൊന്ന യേശുവിന് വേണ്ടി നീ അത് കൊടുത്തു. അവൻ ദൈവപുത്രനാണെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു, പക്ഷേ നീ അത്ര പ്രതീക്ഷയോടെ പണിത കല്ലറ കൊടുത്തു. അപ്പോൾ അരിമത്തെക്കാരൻ ജോസഫ് പറഞ്ഞു, അത് ഒരു ദിവസം യേശു എന്നെ കണ്ടപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഒരു 3 ദിവസം വാടകയ്ക്ക് ആ കല്ലറയൊന്ന് വേണം, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം. അതാണ് ക്രൈസ്തവ ജീവിതം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും അത്രയും ആയുസയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഈസ്റ്റർ നമ്മളോട് പറയുന്നത്, ഉദ്ധാനം ചെയ്ത യേശു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ആഴ്ചയിൽ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകൂടീരത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. ശവകൂടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അപ്പോൾ നമ്മൾ ഓർക്ക് ഇരുട്ടാണ്. പക്ഷേ ഈ മറിയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. നമ്മൾ ധ്യാനിക്കേണ്ട ജീവിതമാണ്. കാരണം മറിയത്തിന് യേശു നഷ്ടപ്പെട്ടത് അവളുടെ ചങ്കിലെ ഏറ്റവും വലിയ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മറിയത്തോട് ചേർന്ന് വേണം നമ്മൾ ഉദ്ധാനം ചെയ്ത യേശുവിനെ അന്വേഷിക്കുവാൻ. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ശിഷ്യന്മാർക്കോ ഈ മഗ്ദലന മറിയത്തിനോ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾ മാത്രം, നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ കല്ലറയിൽ കാണാത്തൊരു വ്യക്തിയുണ്ട്. പത്രോസ് ഓടി വരുന്നു, യോഹന്നാൻ ഓടി വരുന്നു, പലരും ഓടി വരുന്നു, ശിഷ്യന്മാർ ഓടി വരുന്നു. പക്ഷെ നമ്മൾ കല്ലറയിൽ കാണാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. കല്ലറയിൽ ഒരു സ്ഥലത്തും കല്ലറയുടെ മുമ്പിൽ കാണാത്തൊരു വ്യക്തിയുണ്ട്. അത് നമുക്കറിയാം. അതൊരൊറ്റ ആളാണ്, അത് പരിശുദ്ധ അമ്മ. പരിശുദ്ധമ്മ മാത്രമാണ് കല്ലറയുടെ മുമ്പിൽ നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ ഒരു വിവരണത്തിൽ കല്ലറയുടെ മുമ്പിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അവർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധമ്മയ്ക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ പീഡാസഹനമൊക്കെ എത്തുമ്പോൾ ഔസേപ്പിതാവ് മരിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറിയത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യം എന്താ? മറിയത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യം, എൻ്റെ വയറ്റിൽ കിടന്നവൻ അവൻ മനുഷ്യപുത്രനല്ല, അവൻ ദൈവത്തിൻ്റെ മകനാ. എൻ്റെ വയറ്റിൽ കിടന്നത് ദൈവത്തിൻ്റെ മകനാ. അവനെ കുരിശിന് കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റില്ല. അവനെ കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ മറിയവാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ കല്ലറയിൽ നമ്മൾ എല്ലാ സുവിശേഷങ്ങളും അരിച്ചു പെറുക്കുമ്പോഴും മറിയത്തെ കല്ലറയുടെ മുമ്പിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം അവക്കറിയാം, എൻ്റെ വയറ്റിൽ കിടന്നവൻ ദൈവപുത്രനാണ്. ഒരു കല്ലറയ്ക്കും ഒരു കുരിശിനും ഒരു മരണത്തിലും അവന് അവസാനിക്കില്ല. അതാണ് ക്രൈസ്തവ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനോടൊപ്പം മരിച്ചുവെങ്കിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോ പറയുന്നുണ്ട്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ജീവിച്ചിരിക്കുന്നവനെ എന്തിനും മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. എന്ന് വെച്ചാൽ ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ഇനി നമ്മൾ യേശുവിനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ മനസ്സിലാക്കണം, എവിടെയാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്? ഒന്നാമത് യേശു പ്രത്യക്ഷപ്പെടുന്നൊരു സ്ഥലം, ഇതാ മഗ്ദലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുകയും അവൾ ചിന്തിച്ചു അത് തോട്ടക്കാരനാണ്. അവൾ നോക്കുമ്പോൾ ഒരു തോട്ടക്കാരൻ നിൽക്കുന്നു. അവൾ ചോദിച്ചു, അങ്ങ് എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഞാൻ കൊണ്ടുപോയി അടക്കിക്കൊള്ളാം. അപ്പോൾ മറിയം തിരിഞ്ഞു നടക്കുമ്പോൾ യേശു വിളിക്കുകയാണ്, യേശു വിളിക്കുന്നു മറിയം. ഉടനെ അടുത്ത വചനം ഇതാണ്, റബ്ബോനി. എന്ന് വെച്ചാൽ അവൾ യേശുവിനെ വിളിച്ചിരുന്ന പേരാ റബ്ബോനി. അവൾ ഉടനെ യേശുവിനെ വിളിച്ചു റബ്ബോനി. മറിയമെന്ന ഒരു സ്വരത്തിൽ അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ യേശുവിനെ അനുദിന ജീവിതത്തിൽ, ഈ ഉദ്ധാനം ചെയ്ത യേശു നമ്മുടെ കൂടെയുണ്ട്. ഈ ഉദ്ധാനം ചെയ്ത യേശു നമ്മളോട് സംസാരിക്കുന്ന ദൈവം. നമുക്കറിയാം, ഒരാൾ കൂടെയുള്ളയാളുടെ പ്രത്യേകത, ഹി ഈസ് ഓൾവേസ് സ്പീക്കിംഗ് ടു അസ്.
നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ഇനി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ് സംസാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഉദ്ധാനം ചെയ്ത യേശു എന്നോട് സംസാരിക്കുന്നത് എൻ്റെ അനുദിന ജീവിതത്തിൽ വരുന്നത് വചനത്തിലൂടെയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഓർക്കുക, ഉദ്ധാനം ചെയ്ത യേശുവിനെ മറിയം തിരിച്ചറിയുന്നത് യേശു മറിയത്തെ മറിയമെന്ന് വിളിക്കുമ്പോഴാണ് അവൾ റബ്ബോനി എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഉദ്ധാനം ചെയ്ത യേശുവിനെ മറിയം തിരിച്ചറിയുന്നത് അവൻ്റെ സ്വരത്തിലൂടെയാണ്. റബ്ബോനി എന്ന വിളിയിലൂടെയാണ്, മറിയം എന്ന വിളിയിലൂടെയാണ് അവനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ യേശുവിനെ തിരിച്ചറിയേണ്ടത് ഒന്നാമത് വചനത്തിലാണ്. രണ്ടാമത് യേശുവിനെ നമ്മൾ തിരിച്ചറിയേണ്ട ഇടവേതാണ്. രണ്ടാമത് യേശുവിനെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടവിതാണ്. ഇതാ, എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോകുന്നു. വൈകുന്നേരമായപ്പോൾ, രാത്രിയാകാറായപ്പോൾ അവർ പറഞ്ഞു, നാഥ, ഞങ്ങളുടെ കൂടെ വസിച്ചാലും, സ്റ്റേ വിത്ത് അസ്. ഇരുട്ടാകാറായി, രാത്രിയാകാറായി. അവൻ അവരോടൊപ്പം വസിക്കാനിരുന്നു. താമസിക്കാൻ കയറി. ഇതാ, അപ്പമെടുത്ത് ആശീർവദിച്ച് കൊടുത്തപ്പോൾ വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. രണ്ടാമത് നമ്മൾ യേശുവിനെ തിരിച്ചറിയേണ്ടത് പരിശുദ്ധ കുർബാനയിലാണ്. 3, നമുക്കറിയാം, തിബേരിയോസ് കടൽ തീരമാണ്. തിബേരിയോസ് കടൽ തീരത്തിൽ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റ് ശിഷ്യന്മാർ, പ്രിയപ്പെട്ടവരെ, മീൻ പിടിക്കുവാൻ പത്രോസിനോടൊപ്പം പോയി. വചനം പറയുന്നു, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു. എന്നാൽ അത് യേശുവാണെന്നവർ തിരിച്ചറിയുന്നില്ല. അവൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഒന്നുമില്ല. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇടുക. അവർ വലയിട്ടു. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിട്ടപ്പോൾ വല നിറച്ച്. യോഹന്നാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വല വലിച്ചകത്ത് കയറ്റി, വള്ളത്തിൽ കയറ്റിക്കഴിഞ്ഞപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, 153 മത്സ്യങ്ങൾ അത് പ്രതിനിധാനം ചെയ്യുന്നത് സഭയെയാണ്. 153 തരം മത്സ്യങ്ങൾ കടലിലുണ്ട് എന്നതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ. ഈശോ പറയുന്നുണ്ട്, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, എല്ലാ മത്സ്യത്തെയും ശേഖരിക്കുവാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് സമാനമാണ് ദൈവരാജ്യം. അപ്പോൾ ഈ വല, ഈ 153 വലിയ മത്സ്യങ്ങളുടെ വല എന്നത് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് സഭയെയാണ്. അപ്പോൾ നമ്മൾ സഭയിലാണ് യേശുവിനെ ഇനി തിരിച്ചറിയേണ്ടത്. ഒന്ന്, യേശുവിനെ തിരിച്ചറിയേണ്ടത് വചനത്തിൽ. ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ. ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മൾ അനുഭവിക്കേണ്ടത് സഭയിലും, സഭയിൽ ഉള്ള കൂദാശകളിലും നമ്മൾ യേശുവിനെ അനുഭവിക്കുക. അപ്പോൾ ഇതാണ് ഉദ്ധാനം ചെയ്ത യേശു. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇനി എന്താണ് യേശു പറയുന്നത്? യേശു പറയുന്നത്, ആ വചനം നമ്മൾ ശ്രദ്ധിക്കുക, അവൻ ഇവിടെയില്ല. ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതിനാ. യേശുവിന് എന്താണ് ശിഷ്യന്മാരോട് പറയാനുണ്ടായിരുന്നത്? എന്തായിരുന്നു? നമുക്കറിയാം, ഉദ്ധാനം ചെയ്തു കഴിഞ്ഞ് 40 ദിവസം വീണ്ടും യേശു എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? എല്ലാം പൂർത്തിയായി. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ധ്യാനിച്ചതാണ്. എല്ലാം പൂർത്തിയായി. ഇനി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകണം. ഇതാണ് യേശുവിൻ്റെ ആഗ്രഹം. ഈ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ മറിയത്തോട് പറയുന്നുണ്ട്, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അപ്പോൾ ഈ പിതാവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്ന ഈശോ എന്തിന് 40 ദിവസം യേശു ഈ ഭൂമിയിൽ പിന്നീടും തങ്ങി? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തിന് യേശു തങ്ങിയെന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് അറിവ് കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ അറിവ് കിട്ടും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശു 40 ദിവസം തങ്ങിയത്? അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 3 മുതൽ വചനങ്ങൾ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി. അപ്പം 40 ദിവസം യേശു അവരുടെ ഇടയിലുണ്ട്. ഉദ്ധാനത്തിന് ശേഷം അവൻ എന്ത് ചെയ്തു? എന്തായി 40 ദിവസം യേശു ചെയ്തു? ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ആ വചനം ശ്രദ്ധിക്കുക. 40 ദിവസം യേശു എന്ത് ചെയ്തു? യേശു എമ്മൗസിലേക്ക് പോയവർക്ക് വചനം കൊടുത്തു. യേശു ശിഷ്യന്മാർക്ക്, തോമസ് ലീഹായ്ക്ക്, എല്ലാവർക്കും പ്രത്യക്ഷനാകുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഈ 40 ദിവസം എന്തിനാ? അവൻ ജീവിക്കുന്നവനായി കാണപ്പെട്ടു. എന്ന് വെച്ചാൽ, നീ വിശ്വസിക്കുന്നത്, നീ ഇറങ്ങി നടക്കുന്നത്,
കുരിശിൽ മരിച്ച് മുകളിലേക്ക് പോയൊരു ദൈവത്തിൻ്റെ പിന്നാലെയല്ല നിൻ്റെ യാത്ര. നിൻ്റെ യാത്ര ഒപ്പമുള്ള ജീവിക്കുന്നൊരു ദൈവമാണ് നിൻ്റേത്. നീ വിശ്വസിക്കുന്നത്, നീ നടക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ള നടത്തമാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുവാനാണ്. അതാണ് അവർക്കൊരു ഉറപ്പ് കിട്ടുകയാണ്. അവർക്കൊരു തെളിവ് നൽകി, വേണ്ടത്ര, ആ വചനം ശ്രദ്ധിക്കുക, അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി കാണപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ്. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ചങ്കിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിന്നാലെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിൽ, വേദനയിൽ നിൽക്കുമ്പോൾ ഉദ്ധാനം ചെയ്ത കർത്താവിനോട് പറയുന്നത്, നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവമാണ് നിൻ്റെ ദൈവം. നിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇത് തിരിച്ചറിയുന്നതാണ് ഉദ്ധാനം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ അനുഭവിക്കുക, ആ ദൈവത്തെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. യേശു നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം പറയുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമാണ്. ആദ്യത്തെ രക്തസാക്ഷിത്വം അത് സ്റ്റീഫൻ്റേതാണ്. ഈ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വത്തിൽ എല്ലാവരും ചുറ്റും സ്റ്റീഫനെ കല്ലെറിയാൻ നിൽക്കുകയാണ്. അവിടെ സ്റ്റീഫൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു. സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്റ്റീഫനെ കല്ലെറിയാൻ പോകുന്നു. ചുറ്റും കല്ലെറിയാൻ ആളുകൾ കല്ലുമായിട്ട് നിൽക്കുമ്പോൾ ഈ സ്റ്റീഫൻ ഒട്ടും പതറാതെ, ഒട്ടും ദുഃഖിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവരും കാണുന്നത് കല്ലെറിയാൻ നിൽക്കുന്നവരെയാണ്. ഈ മനുഷ്യൻ, ഈ സ്റ്റീഫൻ എന്തുകൊണ്ട് ആദ്യത്തെ രക്തസാക്ഷിത്വമാണ് കേട്ടോ. ആദ്യത്തെ രക്തസാക്ഷിത്വം എന്തിനാണ് അങ്ങനെ വന്നത്? ശ്രദ്ധിക്കുക. എല്ലാവരും കല്ലെറിയാൻ പോകുന്നു. അടുത്തത് സ്റ്റീഫൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നു. യേശുവിനെ കാണുന്നു. പിതാവിൻ്റെ വലതുവശത്ത് യേശു. എന്തിനാണ് ഈ ചിത്രം എന്ന് വെച്ചാൽ, സ്റ്റീഫൻ ഒരു കാര്യം കാണുകയാണ്. എന്താ കണ്ടത്? ഞാൻ ഇവിടെ കല്ലെറിഞ്ഞ് വീഴപ്പെടാൻ പോകുന്നു. ഞാൻ കല്ലെറിഞ്ഞ് രക്തം വാർന്ന് മരിക്കാൻ പോകുന്നു. ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു. പക്ഷെ ഞാൻ വീഴുന്നതും ഞാൻ മരിക്കുന്നതും കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഓർക്കുക, ജീവിക്കുന്ന ദൈവമുണ്ട്. നീ നിൻ്റെ കുടുംബത്തിൽ, നീ നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നൊമ്പരപ്പെടുമ്പോൾ ദൈവം എവിടെയെന്നൊരു ചോദ്യം ഉദ്ധാനം ചെയ്യുന്ന യേശു പഠിപ്പിക്കുക. ദൈവം നിൻ്റെ അടുത്തുണ്ട്. ഇനി നീ നടക്കുന്നത് ദൈവത്തോടൊപ്പമാണ്. ഉദ്ധാനം ചെയ്ത് ഈശോ ആഗ്രഹിക്കുന്നത് നീ ഇനി നടക്കുന്നത് ഈ ദൈവത്തോടൊപ്പമാകണം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ മരണം കടന്നു വന്നു. ആ മരണത്തെ തോൽപ്പിച്ചവൻ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ഏദൻ തോട്ടത്തിൽ നടന്നുവെങ്കിൽ, നീ ഈ ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ കരം പിടിച്ച് നടക്കുമ്പോൾ നീ നിൽക്കുന്ന ഇടം ഏദൻ തോട്ടമായി മാറും. നീ നിൽക്കുന്ന ഇടം പറുദീസയായിട്ട് മാറും. നീ നിൽക്കുന്ന സ്ഥലം പറുദീസയായിട്ട് മാറും. അതിനാണ് ഉദ്ധാനം. ഞാൻ നിൽക്കുന്ന ഇടത്തെ പറുദീസയാക്കുന്ന തിരുനാളാണ് ഉദ്ധാനം. ഞാൻ നിൽക്കുന്ന ഇടത്തെ ഏദൻ തോട്ടമാക്കുന്ന തിരുനാളാണ് ഉദ്ധാനം. നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ കയ്യിലുള്ള പിടുത്തം, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും വഴി നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ കയ്യിലുള്ള പിടുത്തം ദൈവം തിരിച്ചു തരികയാണ് യേശുവിലൂടെ. ഇനി എൻ്റെ കയ്യിലെത്തുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന. ഇനി എൻ്റെ കയ്യിലെത്തുകയാണ് വചനം. ഇനി എൻ്റെ ജീവിതം ഈ സഭയിലാണ് ജീവിക്കുന്ന ഒരു ദൈവത്തോടൊപ്പം. നഷ്ടപ്പെട്ട ഏദൻ തോട്ടം തിരിച്ചു തരുന്ന, ഞാൻ നിൽക്കുന്നിടങ്ങളിൽ ഏദൻ തോട്ടം സൃഷ്ടിക്കുന്ന, ഞാൻ നിൽക്കുന്നിടങ്ങളെ പറുദീസയാക്കി മാറ്റുന്ന തിരുനാളാണ് ഉദ്ധാനം. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ നിൽക്കുന്നിടങ്ങളിൽ യേശുവിൻ്റെ കരം പിടിക്കുക. ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ കരം പിടിച്ച് ഞാൻ എവിടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ഞാനൊരു കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ എവിടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ യേശുവിൻ്റെ കരം പിടിച്ച് നിൽക്കുമ്പോൾ അവിടെയെല്ലാം സന്തോഷത്തിൻ്റെ ജീവിതം, അവിടെയെല്ലാം ഉദ്ധാനത്തിൻ്റെ ജീവിതം, അവിടെയെല്ലാം സന്തോഷത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ടവരെ ഉദ്ധാനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മൾ തിരിച്ചറിയുക.
അനുദിന ജീവിതത്തിൽ ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയുക എന്നത്. ആ യേശുവിനോട് കൂടെ ജീവിക്കുക. രോഗം, വേദന, തകർച്ചകൾ, ഇതിലെല്ലാം യേശുവിനോട് കൂടെ ജീവിക്കുക എന്നതാണ് ഉദ്ധാനം ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? നിങ്ങളിത് ചെയ്ത് കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾക്ക് കാഴ്ചയുണ്ടാകണം. ഇനിയാണ് കാഴ്ച വേണ്ടത്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. നമുക്കറിയാം എവിടെയെല്ലാം യേശു പ്രത്യക്ഷപ്പെടുന്നു. 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഹീ ഈസ് എ സ്ട്രെയിഞ്ചർ. അവർക്ക് അപരിചിതനായിരുന്നു. അപരിചിതൻ, ആ വാക്ക് ശ്രദ്ധിക്കണം, അപരിചിതൻ. ഈ അപരിചിതൻ എന്ന വാക്ക് നമുക്കൊരുപാട് അർത്ഥം തരുന്നുണ്ട്. നമ്മൾ അപരിചിതനായിട്ട് കാണുന്നവരിലാണ് ഇനി ഉദ്ധാനം ചെയ്ത ക്രിസ്തു. ശിഷ്യന്മാർ 3 വർഷം കൂടെയുണ്ട്. 3 വർഷം കൂടെയുള്ള ശിഷ്യന്മാർക്ക് അത്രയും ചങ്കിൻ്റെ അകത്ത് ഉറപ്പിച്ച മുഖം, ഏത് കൂരാക്കുരുട്ടിലും മനസ്സിലാകുന്ന സാന്നിധ്യം മനസ്സിലായില്ല. അതാർക്ക് വേണ്ടിയെന്നറിയാവോ? നമുക്ക് വേണ്ടിയാണ്. എന്തിനാണ് അവർക്ക് മനസ്സിലാകാതിരുന്നത്? അവന് എന്തിനാണ് മുറിപ്പാടുകൾ കാണിക്കേണ്ടി വന്നത്? അപ്പോൾ ഉദ്ധാനം ചെയ്ത യേശുവിൽ എന്താ മാറ്റം വന്നേക്കുന്നത്? അവൻ എന്തിനാണ് നോക്ക്, മുറിപ്പാടുകൾ ഇത് കാണ്. അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി വീണ്ടും കാണിച്ചു കൊടുക്കുക. നിങ്ങൾ തൊട്, ഇത് ഞാൻ തന്നെയാണ് എന്ന് വെച്ചാൽ ഉദ്ധാനം ചെയ്ത യേശുവിൽ ഒരു മാറ്റമുണ്ട്. ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റം എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇനി അവൻ എല്ലാവരിലുമുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ചെറിയവരിൽ അവനുണ്ട്. അവരിലൂടെയാണ് അവൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയത നമ്മൾ പഠിക്കണം. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഈ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ നഗ്നനെ ഉടുപ്പിച്ചപ്പോൾ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തപ്പോൾ, കുടിക്കുന്നവന് വെള്ളം കൊടുത്തപ്പോൾ, രോഗിയായവനെ സന്ദർശിച്ചപ്പോൾ, കാരാഗൃഹത്തിലായവനെ വന്ന് കണ്ടപ്പോൾ, ഇതെല്ലാം നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ, ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടെത്താൻ നിൻ്റെ ജീവിത പങ്കാളിയിൽ, നിൻ്റെ മക്കളിൽ, നിൻ്റെ കുടുംബത്തിൽ യേശുവിനെ കണ്ടെത്തി ആ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുവാൻ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ ഉള്ളൊരു കൃപയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാൽ ഉദ്ധാനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ യേശുവിനോടൊപ്പം നടക്കുക, യേശുവിനെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അതാണ് ഈശോ ജീവിക്കുന്നവനാണെന്ന് പ്രഘോഷിക്കുക. അതാണ് ക്രൈസ്തവ ജീവിതം. യേശു, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്നവനാണ്. രോഗമോ മരണമോ തകർച്ചയോ ഒന്നും അവസാനമല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഉദ്ധാനമുണ്ട് എന്ന് യേശുവിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഈ ഉദ്ധാനത്തിലൂടെ നമ്മളെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ യേശുവിൻ്റെ കരം പിടിച്ച് നടക്കുക, ഈ യേശുവിനോടൊപ്പം നിത്യത അനുഭവിക്കുക. അതിനാൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഉദ്ധാനത്തിൻ്റെ എല്ലാ നന്മകളും നമ്മൾക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 28:20 വചനമാണ്. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് യേശു നമുക്ക് തരുന്ന ഉറപ്പ്, വാഗ്ദാനമാണ്. അതിനാൽ ഈ വാഗ്ദാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ.
ഓർസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. കരഘോഷവോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. ഓർസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. കരഘോഷവോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. ഓർസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആ വചനമൊരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഇതാ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. യേശു എതിരെ വരുന്നത് കണ്ടപ്പോൾ അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഇതാ മരണത്തെ പരാജയപ്പെടുത്തിയ, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഉദ്ധാനത്തിൻ്റെ സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ, ഓരോരുത്തരുടെയും കുടുംബത്തിലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ ഇത് ഞാനാണ്. ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് അത് തന്നെയാണ്. ഞാനിവിടെയുണ്ട്. ഐ ആം ഹിയർ ഫോർ യു. ഇതാണ് ഈശോ ഈ മണിക്കൂറിൽ, ഈസ്റ്ററിൽ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ശിഷ്യന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭയോട് ചേർന്ന് നമുക്ക് ഈ മണിക്കൂറിൽ ഈശോയെ ആരാധിക്കാം. ഉദ്ധാനത്തിൻ്റെ വലിയ സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധാനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയുവാൻ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന്. യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു നിമിഷം കരമുയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഉദ്ധാനം ചെയ്ത ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവൻ്റെ മുറിവുകൾ അവൻ ശിഷ്യന്മാരെ കാണിക്കുന്നു. ഉദ്ധാനം ചെയ്ത ഈശോ പറയുന്ന കാര്യം ഇതാണ്. ഇതാ നിനക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ, നിനക്ക് വേണ്ടി ഞാൻ സഹിച്ച മുറിവുകൾ. ഉദ്ധാനം ചെയ്ത ഈശോ ഇതാ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങൾ മുഴുവനും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങൾ മുഴുവനും അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല. പെട്ടെന്ന് ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, 3 വർഷം കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഇതാ ജീവിതത്തിൽ യേശുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച മഗ്ദലന മറിയത്തിന്, ഇങ്ങനെ യേശുവിനെ മാത്രം ജീവിതത്തിൽ കൊണ്ടു നടന്നവർക്ക് പോലും യേശുവിനെ ഉദ്ധാനത്തിന് ശേഷം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഉദ്ധാനത്തിന് ശേഷം അവർക്ക് യേശുവിനെ അനുഭവിക്കുന്നത് അപരിചിതനായിട്ടാണ്. ഓർക്കുക, അതിന് പ്രത്യേകമായൊരർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ധാനം ചെയ്ത യേശുവിനെ
ഇനി നീ കണ്ടെത്തേണ്ട ഇടങ്ങൾ, ഇനി നീ കണ്ടെത്തേണ്ട ഇന്നലെ വരെ നീ യേശുവിനെ അനുഭവിച്ചതുപോലെയല്ല ഇന്ന് നീ അനുഭവിക്കേണ്ടത്. ഇന്നലെ വരെ യേശു ഒരു മനുഷ്യനായി, ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി നിന്റെ അടുത്തുണ്ടായിരുന്നു. ഇനി നീ യേശുവിനെ അന്വേഷിക്കേണ്ടത് നിന്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിലാണ്. ഈ നിമിഷം നമ്മെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മളോട് പറയുന്ന വചനം ഇതാണ്. യേശു ഉദ്ധാനം ചെയ്ത യേശു നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന വചനം ഇതാണ്: യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വചനമാണ് യേശു പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്നത്. അതിനാൽ ഈ അഭിഷേകം നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കൂടെയുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇതാ മരണത്തെ പരാജയപ്പെടുത്തി, കുരിശിനെ പരാജയപ്പെടുത്തി യേശു ഉദ്ധാനം ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകുവാനാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമുക്ക് മനസ്സിലാകും. ഓരോ താള് മറിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്: മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുക. ഇതാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം, നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് യേശു നമ്മളോട് ഓരോരുത്തരോടും പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ നിനക്ക് വേണ്ടി നിന്റെ അടുത്തുണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവമായ ഞാൻ നിന്റെ അടുത്തുണ്ട്. ആ കൃപ നമ്മിലേക്ക് പെയ്തിറങ്ങുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആരെല്ലാം ഈ മണിക്കൂറിൽ നിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം അടുത്ത് യേശുവേ ഈ നിമിഷം മഗ്ദലന മറിയത്തിൻ്റെ അടുത്ത്, അപ്പസ്തോലന്മാരുടെ അടുത്ത് നീ നിന്നതുപോലെ ഈ മണിക്കൂറിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടുത്ത് നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്ത ഈശോ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. ഇരുട്ടായിരുന്നിട്ട് പോലും മഗ്ദലന മറിയം കല്ലറയിങ്കലെത്തുന്നു. ഇതാ അവനെ അവിടെ കാണുന്നില്ല. അവൾ കണ്ണീരോടെ നിൽക്കുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം: സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ ശ്രദ്ധ ആദ്യം പതിയുന്നത് കണ്ണുനീരോടെ നിൽക്കുന്നവരിലാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പരിചയപ്പെടുന്നൊരു ദൈവമുണ്ട്. ആരെല്ലാം കണ്ണുനീരോടെ നിൽക്കുന്നുവോ അവിടെയെല്ലാം ഇടപെടുന്ന ഒരു ദൈവം. ഇതാ ഹാഗാർ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞുമായിട്ട്, ആ കുഞ്ഞിനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റാതെ തൻ്റെ കുഞ്ഞു മരിക്കുമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കിടത്തിയിട്ട് ഹാഗാർ ഒരു കല്ലേറ് ദൂരെ മാറി നിൽക്കുമ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി. വചനം പറയുന്നു, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഹന്ന കരയുന്നു, 1 സാമുവേൽ. ഇതാ കർത്താവ് അത് കണ്ടു. ഹെസക്കിയ കരയുന്നു, കർത്താവ് അത് കണ്ടു. ബർത്തിമ്യൂസ് നിലവിളിച്ചു, കർത്താവ് പെട്ടെന്ന് നിന്നു. മഗ്ദലന മറിയം കരഞ്ഞു. ചോദ്യം: എന്തിനാണ് കരയുന്നത്? വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇതാണ് ഉത്തരം.
ഇതാ ഞാൻ അവരുടെ മധ്യവസിക്കും, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ ദൈവം കേൾക്കുന്ന പ്രാർത്ഥന, ദൈവം നിൽക്കുന്ന പ്രാർത്ഥന, ദൈവം ഇടപെടുന്ന പ്രാർത്ഥന, അത് കണ്ണീരോടെ നിൽക്കുന്ന മക്കളുടെ ജീവിതത്തിലാണ്. ഇത് അതേ കർത്താവ് ഉദ്ധാനം ചെയ്ത് ഈശോ ആദ്യം ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? നിന്റെ കണ്ണുനീരിൻ്റെ കാരണം എന്തു തന്നെയുമാകട്ടെ, നിന്റെ കണ്ണുനീരിൻ്റെ കാരണം എന്തു തന്നെയായാലും, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ ഇവിടെ നിനക്ക് വേണ്ടിയുണ്ട്. ഞാൻ ജീവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. യേശുവേ, ഇപ്പോൾ ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം അനേകം കുടുംബങ്ങളിൽ അഭിഷേകമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഗ്ദല മറിയത്തിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നീ ചോദിച്ചു എന്തിനാണ് കരയുന്നതെന്ന്. യേശുവേ, കണ്ണുനീരോടെ നിൽക്കുന്ന എല്ലാ മക്കളെയും ഈ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ നിമിഷം ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരിന്റെ കാരണങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ എൻ്റെ കണ്ണുനീര് മനസ്സിലാക്കുന്ന, എൻ്റെ കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന, നിന്റെ കണ്ണുനീര് എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവം നമ്മുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന സമയം, യേശുവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും അവരുടെ ദുഃഖങ്ങളെ, കണ്ണുനീരിന്റെ കാരണങ്ങളെ അതിൻ്റെ അടുത്ത് ഉദ്ധാനം ചെയ്ത കർത്താവേ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നരുൾ ചെയ്തവരൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നരുൾ ചെയ്തവരൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്. കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ഉദ്ധാനം ചെയ്ത യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഐ ആം എ ലിവിങ് ഗാഡ്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഇതാ യേശു അതാണ് ഉദ്ധാനത്തിന് ശേഷം വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് അവൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, അവൻ ജീവിക്കുന്നവനാണ് എന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വേദനയിലൂടെ, ദുഃഖങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുത്തുണ്ടെന്ന് തിരിച്ചറിയുവാൻ, ഏത് സങ്കടങ്ങളും ആ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്കി സ്വീകരിക്കുവാനും അനുഗ്രഹമാക്കി മാറ്റാനും പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലെ ഈശോ. അതുകൊണ്ടാണ് ഫിലിപ്പോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ഫിലിപ്പോസ് പ്രാർത്ഥിച്ചു, ഷോ us the Father that we shall be satisfied. പിതാവിനെ കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ സംതൃപ്തരാകും. അതിന് യേശു കൊടുത്ത ഉത്തരം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ യേശുവിനെ കാണുമ്പോൾ ആ യേശുവിൽ നമ്മൾ പിതാവിനെ കാണുന്നു. ഫിലിപ്പോസ് ഒരു കാര്യം മാത്രം പറഞ്ഞു, പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി, ഞങ്ങൾ സംതൃപ്തരാകും. നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും ഈ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ,
ഇതാ ഉദ്ധാനം ചെയ്ത ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എവിടെയാണ്? ഇതാ മറിയം, മഗ്ദലന മറിയം യേശുവിനെ അറിഞ്ഞത്, യേശുവിനെ തിരിച്ചറിഞ്ഞത് മറിയം എന്ന യേശുവിൻ്റെ സ്വരത്തിലാണ്, മറിയം എന്ന വാക്ക് കേട്ടപ്പോഴാണ്. അതിനാൽ ഒന്നാമത് നമ്മൾ യേശുവിനെ അനുദിന ജീവിതത്തിൽ കണ്ണുനീര് വീണ യാഥാർത്ഥ്യങ്ങളിൽ യേശുവിനെ നമ്മൾ അന്വേഷിക്കേണ്ടത്, യേശുവിൻ്റെ സ്വരം നമ്മൾ അന്വേഷിക്കേണ്ടത് യേശുവിൻ്റെ വചനത്തിലാണ്. യേശു എന്ത് പറയുന്നു എന്ന് നമ്മൾ കേൾക്കേണ്ടത് വചനത്തിലൂടെയാണ്. മറിയം യേശുവിനെ തിരിച്ചറിഞ്ഞത്, റബ്ബോനി എന്ന് വിളിച്ചത് മറിയം എന്ന വാക്ക് കേട്ടപ്പോഴാണ്. അതിനാൽ യേശുവിൻ്റെ വാക്കിൽ നമ്മൾ ഇനി യേശുവിനെ തിരിച്ചറിയണം, യേശുവിൻ്റെ വചനത്തിൽ നമ്മൾ ഇനി യേശുവിനെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ വചനത്തിൽ ദൈവം എന്ത് സംസാരിക്കുന്നു, വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. അതിനാൽ ദൈവമേ, ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും ഇതാ ഉയർത്തെഴുന്നേറ്റ യേശു നൽകുന്ന വചനാഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് വേദന വരുമ്പോഴും, ഏത് പ്രതിസന്ധി വരുമ്പോഴും, കാനായിൽ കുടുംബത്തിൽ പരിശുദ്ധമ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് കേൾക്കുക. ദൈവമേ, വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവവചനം എന്ത് പറയുന്നു, ദൈവവചനം എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുവാൻ, ദൈവവചനത്തിൻ്റെ മുൻപിൽ കാതോർത്തിരിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനാഭിഷേകം ഈ മണിക്കൂറിൽ അനേകം പേരുടെ ജീവിതത്തിൽ വരട്ടെ. അനേകം പേരുടെ ജീവിത പ്രതിസന്ധിയിൽ അവർ കേൾക്കുന്ന, അവർ എടുക്കുന്ന വചനം അഭിഷേകമായിട്ട് മാറാൻ ആഗ്രഹിച്ച് ഈശോയെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വചനത്തിന്റെ അഭിഷേകം അനേകം ജീവിതങ്ങളിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ, വചനത്തിൻ അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, വചനത്തിൻ അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, വചനത്തിൻ അഭിഷേകം നൽകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, കണ്ണുകൾ മൂടപ്പെട്ടവർ, മുഖം മ്ലാനമായവർ, ഹൃദയം മന്ദീഭവിച്ചവർ, അവർ യേശുവിനെ അറിഞ്ഞത് യേശു അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ നമ്മൾ ഇനി ഈശോയെ കാണേണ്ടത്, ഈശോയെ ആരാധിക്കേണ്ടത്, യേശുവിനെ അനുഭവിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. ഈശോയെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയായി ഉദ്ധാനം ചെയ്ത യേശുവെ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് കടന്നു വരുന്നു. അതാണ് സഭ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കടന്നു വരുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ്. ഈശോയെ, വിശുദ്ധ കുർബാനയിൽ ആഴമായ വിശ്വാസം തരണേ. വിശുദ്ധ കുർബാനയിൽ അങ്ങയെ കാണുവാൻ, ഹൃദയം തുറന്നങ്ങയെ ആരാധിക്കുവാൻ, കണ്ണീരോടെ അങ്ങയെ വിശുദ്ധ കുർബാനയിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണേ. ഇപ്പോൾ വിശുദ്ധ കുർബാന അനേകം ജീവിതങ്ങളിൽ അഭിഷേകമായിട്ട് മാറട്ടെ, സൗഖ്യമായിട്ട് മാറട്ടെ. ഏതെല്ലാം പ്രതിസന്ധിയിൽ ഞങ്ങൾ നിൽക്കുന്നുവോ ആ പ്രതിസന്ധിയിലെല്ലാം വിശുദ്ധ കുർബാന അഭിഷേകമായിട്ട് മാറാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, ആരാധന, ആരാധന. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. നമുക്ക് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. മൂന്നാമത് യേശുവിനെ തിരിച്ചറിഞ്ഞത്, ഇതാ വല നിറച്ചും മീൻ കിട്ടിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. ഇതാ വല നിറച്ച മീൻ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അത് കർത്താവാണ്. ആ വല നിറച്ച മീൻ നിറഞ്ഞ വല ഓർമ്മിപ്പിക്കുന്നത്
അത് സഭയെയാണ്. ഇനി നമ്മൾ ഈശോയെ അനുദിന ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് സഭയിലാണ്, സഭയുടെ കൂട്ടായ്മകളിലും കൗദാശിക ജീവിതത്തിലുമാണ്. യേശുവേ, കൗദാശിക ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാൻ, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ, കൂദാശകളിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, ഈ 50 ദിവസങ്ങൾ നമ്മൾ ഈ ധ്യാനത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ ഉദ്ധാനം ചെയ്ത യേശുവിൽ എത്തി നിൽക്കുകയാണ്. ഈ 50 ദിവസങ്ങളിൽ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുക. ദൈവം നൽകിയ സൗഖ്യത്തിന്, ദൈവം നൽകിയ വിടുതലിന്, ഈശോ നൽകിയ അത്ഭുതകരമായ വചനാഭിഷേകത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനാൽ ഈ ആരാധനയിൽ ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ 50 ദിനങ്ങൾ ദൈവം നമുക്ക് നൽകിയ എല്ലാ ആശീർവാദങ്ങൾക്കും നന്ദി പറയാം. ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കിയ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ, ഈ ഉദ്ധാനത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു നൽകുന്ന വചനം മത്തായി 28 അവസാനത്തെ വചനം, മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ 3 നിയോഗങ്ങൾ, പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ ഇപ്പോൾ ഉദ്ധാനം ചെയ്ത് യേശുവിന് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ, ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ ഞങ്ങൾ നടക്കുമ്പോൾ നീ കൂടെ ഉണ്ടാകണമേ എന്നതാണ് ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന. നമുക്ക് 2 കരങ്ങളും ഉയർത്താം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ നാളുകൾ ഈ ധ്യാനത്തിൻ്റെ വഴിയിൽ ഉദ്ധിതൻ്റെ പാതയിലൂടെ നമ്മൾ നടന്നപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ വിടുതലിനും, ആന്തരിക സൗഖ്യത്തിനും, ശാരീരിക സൗഖ്യത്തിനും, വചനാഭിഷേകത്തിനും, കൃപയ്ക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇപ്പോഴുള്ള നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച്, ഈശോയെ ആരാധിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.